ഇന്ത്യ ഇനി തീർക്കാൻ പോകുന്നത് തുർക്കിയെയാണ്. അതിന്റെ പണി തുടങ്ങിക്കഴിഞ്ഞു. അത് മിസൈൽ ആക്രമണം നടത്തിയിട്ടും ആളുകളെ കൊലപ്പെടുത്തിയിട്ടുമൊന്നുമല്ല. അല്ലാതെ തന്നെ ഇന്ത്യയുടെ ഉപരോധങ്ങളും നടപടികളും കൊണ്ട് തന്നെ തീരാവുന്നതേ ഉള്ളൂ തുർക്കി എന്ന രാജ്യം. ഇവിടെ എന്താണ് ഇന്ത്യ ചെയ്തത് എന്നോർക്കണം. ഒരു കാരണവുമില്ലാതെ, ഒരു ദാക്ഷിണ്യവുമില്ലാതെ ഇന്ത്യയിലെ ടൂറിസ്റ്റുകളെ കശ്മീരിന്റെ മണ്ണിൽ കൊന്നൊടുക്കിയ ഭീകരവാദികൾക്കെതിരെയായിരുന്നു ഇന്ത്യയുടെ പോരാട്ടം. ലോകം മുഴുവൻ എതിർത്തിരുന്ന ഭീകരവാദത്തെ ഇല്ലായ്മ ചെയ്യുവാൻ ലോകത്തിന്റെ തന്നെ പിന്തുണയോടെ ഇന്ത്യ തുടങ്ങിയപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ വന്നത് പോട്ടെ, അത് അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നം. എന്നാൽ ഒരാവശ്യവുമില്ലാതെ ഇന്ത്യക്കെതിരെ കുതിര കയറാൻ വന്ന രാജ്യമാണ് തുർക്കി. പാകിസ്ഥാനെ സഹായിക്കാൻ അവർ തലങ്ങും വിലങ്ങും ഓടി വന്നു. ഇന്ത്യയെ ആക്രമിച്ചോളൂ, എല്ലാ സഹായവും തരാമെന്ന് പറഞ്ഞവരാണ് ആ ഏഴാം കൂലികൾ. അപ്പോൾ പാകിസ്ഥാനൊപ്പം തന്നെ ശത്രുക്കളായി തുർക്കിയെയും ഇന്ത്യ പ്രഖ്യാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ദേശ താൽപര്യം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി തുർക്കി, അസർബൈജാൻ തുടങ്ങിയ രാഷ്ട്രങ്ങൾക്ക് നേരെ ഇന്ത്യ ഉപരോധം കടുപ്പിച്ചിരിക്കുകയാണ്. തലങ്ങും വിലങ്ങും അവരെ പൂട്ടാൻ തന്നെയാണ് ഇന്ത്യയുടെ തീരുമാനം. ഇന്ത്യയെ ആക്രമിക്കാൻ പാകിസ്ഥാന് സഹായം നൽകിയതാണ് ഈ നടപടികൾക്കുള്ള കാരണം. സർവകലാശാലകൾ ഉൾപ്പെടെ തുർക്കിയുമായുള്ള എല്ലാ കരാറുകളും പിൻവലിക്കാൻ പോവുകയാണ്. അതിനു പുറമെ ഇന്നലെ ദേശവികാരം മാനിച്ചുകൊണ്ട് ഇന്ത്യയിലെ വ്യാപാരികൾ തുർക്കിയെയും അസർബൈജാനെയും പൂർണ്ണമായും ബോയ്ക്കോട്ട് ചെയ്തിരിക്കുന്നു. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 234 പ്രമുഖ വ്യാപാരികൾ ഡൽഹിയിൽ ഒത്തുകൂടിയാണ് സംയുക്തമായ ഈ തീരുമാനമെടുത്തിരിക്കുന്നത്. തുർക്കിയെ ബോയ്ക്കോട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായി നിരവധി നടപടികളാണ് ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ളത്. ഈസി മൈ ട്രിപ്പ്, അതുപോലെ എക്സിഗോ ട്രാവൽ കമ്പനികൾ ഇരു രാജ്യങ്ങളിലേക്കുമുള്ള യാത്ര മുഴുവൻ ഒഴിവാക്കാൻ യാത്രികരോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ടൂറിസ്റ്റ് പ്രദേശങ്ങളെ കൊണ്ട് ജീവിക്കുന്ന ഇവർ ഇതോടെ തകർന്നടിയും. കൂടാതെ JNU, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി എന്നിവർ തുർക്കി സർവകലാശാലയുമായുള്ള അക്കാഡമിക് കരാറുകളെല്ലാം നിർത്തിവെച്ചു. അതുപോലെ ഏറ്റവും വലിയ മറ്റൊരു തിരിച്ചടി നൽകിയത് പൂനെയിൽ നിന്നുള്ള വ്യാപാരികൾ എല്ലാവരും തുർക്കിയിൽ നിന്ന് ആപ്പിൾ ഇറക്കുമതി ചെയ്യുന്നതും അവസാനിപ്പിച്ചിരിക്കുന്നു. പകരം ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, ഇറാൻ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്ന്, അവിടുത്തെ കർഷകരിൽ നിന്ന് തന്നെ ആപ്പിൾ വാങ്ങാനാണ് ഈ രാജ്യത്തിന്റെ തീരുമാനം. അതോടെ തുർക്കിയുടെ ആപ്പിൾ കച്ചവടവും തീർന്നു. മറ്റൊന്ന്, രാജ്യത്തെ മാർബിളിന്റെ തലസ്ഥാനം എന്നറിയപ്പെടുന്ന ഉദയ്പൂരിലെ മാർബിൾ നിർമ്മാതാക്കളും തുർക്കിയിൽ നിന്ന് മാർബിൾ ഇറക്കുമതി ചെയ്യുന്നത് തടയാൻ ഗവൺമെന്റിനോട് തന്നെ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കാൺപൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന വ്യാപാരികൾ തങ്ങളുടെ 80% ഓർഡറുകളും റദ്ദാക്കിയെന്നും വിവരങ്ങൾ അവർ തന്നെ പുറത്തുവിട്ടു. മുംബൈ ഛത്രപതി ശിവജി മഹാരാജ് ഇന്റർനാഷണൽ ടെർമിനലിന്റെയും അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ ഇന്റർനാഷണൽ ടെർമിനലിന്റെയും ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് മേഖലയിൽ പങ്കാളിത്തമുണ്ടായിരുന്ന ഒരു തുർക്കി കമ്പനിയുണ്ട്. തുർക്കിഷ് കമ്പനിയായ സെലിബിയെ എന്ന് പറയുന്ന കമ്പനി അദാനി എയർപോർട്ടിൽ നിന്നെല്ലാം നീക്കം ചെയ്തു എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. ഇനി എയർപോർട്ടിൽ ആ കമ്പനിക്ക് യാതൊരു അവകാശവുമില്ല. ഇവയ്ക്ക് പുറമെ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളായ മിന്ത്ര, അജിയോ എന്നിവയും തുർക്കിഷ് നിർമ്മിത ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് തന്നെ നിർത്തി. നിലവിലെ ബോയ്ക്കോട്ടിന്റെ പരിണിത ഫലങ്ങൾ തുർക്കിയെയോ അസർബൈജാനെയോ മാത്രമല്ല ബാധിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തുർക്കി ആപ്പിളിന്റെയും മാർബിളിന്റെയും പ്രധാനപ്പെട്ട ഇറക്കുമതിക്കാരായിരുന്നു ഇന്ത്യ. നല്ലൊരു ശതമാനം ഇന്ത്യയിലേക്കാണ് വന്നിരുന്നത്. നിലവിലെ ഉപരോധം കാരണം തുർക്കിക്ക് പകരം മറ്റൊരു മാർക്കറ്റ് കണ്ടെത്തേണ്ടതായി വന്നിട്ടുണ്ട്. അത് അവരുടെ സാമ്പത്തിക നിലയിൽ വലിയ തകർച്ചയാണ് നേരിട്ടിരിക്കുന്നത്. OEC റിപ്പോർട്ട് പ്രകാരം 2023 ഏകദേശം $92.8 മില്യൺ ആപ്പിളാണ് ഇന്ത്യ തുർക്കിയിൽ നിന്ന് ഇറക്കുമതി ചെയ്തത്. അത് പൂർണ്ണമായും ഇല്ലാതായിരിക്കുന്നു. അങ്ങനെ പാകിസ്ഥാനെ തകർക്കാൻ ഇന്ത്യൻ സൈന്യത്തിന് മിസൈൽ അയക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പാകിസ്ഥാന്റെ ചങ്ങാതിമാരായ തുർക്കിയെ വെറും ഉപരോധത്തിലൂടെ കത്തിച്ച് ചാമ്പലാക്കുകയാണ് ഇന്ത്യ.